നഗരസഭ 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. AAP തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി റൂബി വർഗീസ് ആണ് പാർട്ടി സ്ഥാനാർത്ഥി. തൊടുപുഴ മുനിസിപ്പാലിറ്റി 9ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ AAP സ്ഥാനാർത്ഥിയായി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി റൂബി വർഗീസ് മത്സരിക്കും. വാർഡ് കൗൺസിലറായിരുന്ന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ജോണിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മുതലക്കോണം മാവിൻചുവട് സ്വദേശിയും കർഷകനുമായ റൂബി വർഗീസ് മുതലക്കോണം സെന്റ് ജോർജ് സ്കൂളിലെ PTA പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ തൊടുപുഴയിലെ സാമൂഹിക സേവന മേഖലകളിൽ അടക്കം സജീവ സാന്നിധ്യവുമാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കൂട്ടുകക്ഷി ഭരണം നടത്തുന്ന ഇടത് വലത് NDA മുന്നണികൾക്കെതിരെ ശക്തമായ ജനകീയ പോരാട്ടം നടത്തുന്നതിനായിട്ടാണ് പാർട്ടി മത്സരിക്കുന്നതെന്ന് നേതാക്കൾ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. ഇവിടുത്തെ പ്രമുഖ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. ആം ആദ്മി പാർട്ടിയുടെ കുറ്റം കൊണ്ടൊന്നും അല്ല ഇവിടെ ബൈ ഇലക്ഷൻ വന്നത്. ആ വ്യക്തി കൂറുമാറിയതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ വന്നത്. അതിനെപ്പറ്റി ഒന്നും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആരും സംസാരിക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പുറത്തുനിന്നൊരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി വന്നു മത്സരിച്ച വ്യക്തി കൂറുമാറി. ഇത്തവണയും ഒരുപക്ഷെ സ്ഥാനാർത്ഥി, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രവാർത്ത വന്നാലും നിങ്ങൾക്കെല്ലാം അറിയാം എന്താ സാഹചര്യമെന്ന്. അതായത് ആരാണ് മത്സരിക്കുന്നത്, ആ മത്സരിക്കുന്നത് ഏത് ലെവലിലാണ്, എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇവിടുത്തെ പ്രമുഖരായ പാർട്ടിക്കാർക്ക് അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള അല്ലെങ്കിൽ 9ാം വാർഡിൽ പെട്ടനാട് വാർഡിൽ പേരുള്ള ഒരാളെ നിർത്തുവാൻ വേണ്ടി 1281 വോട്ടുകളുണ്ട്. അതിനകത്ത് 500-600 വോട്ട് മേടിച്ച് ജയിച്ചവരാണ് കഴിഞ്ഞ തവണ ഇവിടെ മാറി നിന്നത്. അപ്പൊ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ വാർഡിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്തിനാണ് എന്ന് ഒരു ചോദ്യം സാമാന്യ രീതിയിൽ മാധ്യമങ്ങൾക്ക് ചോദിക്കാം. കാരണം ഇത്രയും ആളുകളുള്ള, ഇത്രയും ശക്തമായ, കഴിഞ്ഞ തവണ 592 വോട്ടാണ് കിട്ടിയത്. അത്രയും സജീവമായ സാന്നിധ്യമുള്ള വാർഡില് ഒരു സ്ഥാനാർത്ഥിയെ വാർഡിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് തന്നെ എന്ത് കാരണം കൊണ്ടാണ്? ആ വാർഡിലുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോയാൽ നമ്മുടെ ചിഹ്നം ചൂലാണ്. ചൂല് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഡൽഹിയിലെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം മാത്രമല്ല, ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തള്ളിക്കളയാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അതിന് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. AAP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ്, ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ബേസിൽ ജോൺ, മുനിസിപ്പൽ സെക്രട്ടറി പുന്നൂസ് ജേക്കബ്, നിയോജക മണ്ഡല സെക്രട്ടറി ലിസി ബാബു, സ്ഥാനാർത്ഥി റൂബി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.